ടെക്സസിലെ പൊതുവിദ്യാലയങ്ങളിൽ 10 കൽപ്പനകൾ നിർബന്ധമായും പ്രദർശിപ്പിക്കണമെന്ന സംസ്ഥാന നിയമം US ഫെഡറൽ ആപ്പിൽ കോടതി ശരിവച്ചു. ഫിഫ്ത് സർക്യൂട്ട് കോർട്ട് ഓഫ് അപ്പീൽസിലെ 17-അംഗ ബെഞ്ച് 9-8 ഭൂരിപക്ഷത്തിലാണ് ഈ ചരിത്രപ്രധാനമായ വിധി പുറപ്പെടുവിച്ചത്. 2025 ഈ നിയമത്തിനെതിരെ വന്ന കോടതി വിധി ഇതോടെ റദ്ദാക്കപ്പെട്ടു. സ്കൂളുകളിൽ 10 കൽപ്പനകൾ പ്രദർശിപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമല്ലെന്ന് കോടതി നിരീക്ഷിച്ചു. കുട്ടികൾ ഈ കൽപ്പനകൾ ഉരുവിടുമെന്നോ അവ വിശ്വസിക്കണമെന്നോ അവയുടെ ദൈവികത അംഗീകരിക്കണമെന്നോ നിയമം നിർബന്ധിക്കുന്നില്ല എന്ന് കോടതി വ്യക്തമാക്കി. അതിനാൽ ഇത് മാതാപിതാക്കളുടെയോ വിദ്യാർത്ഥികളുടെയോ അവകാശങ്ങളെ ലംഘിക്കുന്നില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സ്റ്റേറ്റ് സെനറ്റർ ഫിൽ കിങ് അവതരിപ്പിച്ച SB 10 എന്ന ബില്ലാണ് ഇപ്പോൾ നിയമമായിരിക്കുന്നത്. അമേരിക്കയുടെ ചരിത്രത്തിലും പാരമ്പര്യത്തിലും 10 കൽപ്പനകൾക്ക് വലിയ സ്ഥാനമുണ്ടെന്നും അത് പുനഃസ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാലയങ്ങളിലും ചാർട്ടർ സ്കൂളുകളിലും എല്ലാവർക്കും കാണാൻ കഴിയുന്ന രീതിയിൽ 10 കൽപ്പനകളുടെ പോസ്റ്ററുകൾ പതിപ്പിക്കണമെന്നാണ് നിയമം വ്യവസ്ഥ ചെയ്യുന്നത്. അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ നിയമത്തെ എതിർത്തു. മതാധിഷ്ഠിതമായ ഇത്തരം പ്രദർശനങ്ങൾ ഭരണഘടനയുടെ 1-ാം ഭേദഗതിക്ക് വിരുദ്ധമാണെന്ന് അവർ വാദിച്ചു. എന്നാൽ ഫസ്റ്റ് ലിബർട്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള സംഘടനകൾ വിധിയെ സ്വാഗതം ചെയ്തു. 10 കൽപ്പനകൾ അമേരിക്കൻ ചരിത്രത്തിന്റെ ഭാഗമാണെന്നും അവ സ്കൂളുകളിൽ നിന്ന് നിരോധിക്കുന്നത് ഭരണഘടനാപരമായി ശരിയല്ലെന്നും അവർ അഭിപ്രായപ്പെട്ടു. ഇതിനു പുറമെ പ്രാഥമിക വിദ്യാലയങ്ങളിൽ ബൈബിൾ അധിഷ്ഠിതമായ പാഠ്യപദ്ധതിക്ക് ടെക്സസ് ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ നേരത്തെ അനുമതി നൽകിയിരുന്നു.